ഞങ്ങളുടെ വീട്ടിൽ എൻ്റെ കെട്ടിയോൻ പണി കഴിഞ്ഞ് വന്നപ്പോഴേ ഒരു വലിയ മാങ്ങ കൊണ്ടുവന്നു. ഒരെണ്ണം 2 കൊണ്ടുവന്നു. അങ്ങനെ ഒരെണ്ണം ഞങ്ങൾ ഏഞ്ചൽക്ക് ഈ മാങ്ങ കൊതിച്ചീന് അവൾ. മാങ്ങ എവിടെ കണ്ടാലും പഴുത്തത് പച്ച എവിടെ കണ്ടാലും അവൾക്ക് വേണം. അപ്പോൾ സെഫാൻകുട്ടന് വേണമെന്ന പേരും പറഞ്ഞ് അവളതെടുത്ത് പിന്നെ അവൾ ഒറ്റയ്ക്ക് പറയലുന്നില്ല, കാരണം ഞാനും നന്നായിട്ട് ആസ്വദിച്ച് തന്നെ അത് കഴിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ ഒരെണ്ണം ഉപ്പും മുളകും ഒക്കെ കൂടി വെളിച്ചെണ്ണയൊക്കെ പുരട്ടി മിക്സാക്കി കഴിച്ചു. ഒരെണ്ണം സെഫാൻകുട്ടന് അല്ലാണ്ട് തന്നെ ഉപ്പും ഒന്നും ഇട്ടില്ല, വെറുതെ അങ്ങോട്ട് കൊടുത്തു. അപ്പോൾ അതേ ദോശമാവ് അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു, നന്നായിട്ട് പൊന്തി വന്നു. ചൂട് സമയത്താണ് ദോശമാവ് നമ്മൾ അല്ലെങ്കിൽ വെള്ളയപ്പം മാവൊക്കെ അടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് പൊന്തി വരാമെന്നാണ് തോന്നണേ. അപ്പം അമ്മ അവിടെ ഇഡ്ഡലി പാത്രം എടുക്കണ പരിപാടിയിലാണ്, വേറെ ഒന്നിനല്ല, അട ഉണ്ടാക്കാനായിട്ട്. അമ്മ ഇവിടെ ഉണ്ടായിരുന്നില്ല, അമ്മയുടെ വീട്ടിൽ പോയിക്കായിരുന്നു, പേരാമ്പ്രയിൽ പോയിക്കായിരുന്നു. അമ്മയുടെ കൂടെ ഒന്ന് ആസ്വദിച്ച് വരാമെന്ന് കരുതി പോയിക്കായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് വന്നിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. അച്ചോടാ സെഫാൻകുട്ടനെ എക്സസൈസ് പഠിപ്പിക്കുകയാണ്. കുറച്ച് നേരമൊക്കെ എക്സസൈസ് ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ അവ ഇങ്ങനെയൊക്കെയാണ് കാണിക്കുന്നത്. ഏകദേശമൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ബാങ്കിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ റെഡി ആയിട്ട് മീനും വാങ്ങിച്ചു കൊണ്ടുവന്നു, അയലമീൻ വാങ്ങിച്ചു കൊണ്ടുവന്നു. പിന്നെ അയലമീൻ വറുക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കറി വയ്ക്കാൻ പുരട്ടി വെച്ചിട്ടുണ്ട്. മാങ്ങയാണ് നമ്മളതിൽ ഇടുന്നത് കേട്ടോ. കുടപ്പുളി ഇല്ലായിട്ടല്ല, പക്ഷെ മാങ്ങയിട്ട് മീൻ കറി വയ്ക്കുന്ന അതിൽ മാങ്ങത്തിന് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പം സ്കൂളൊക്കെ തുറക്കാറായി. ബാഗ്, കുട, ബുക്ക് ഇതൊക്കെ വാങ്ങിച്ചോ കൂട്ടുകാർ? ഞങ്ങളിത് വാങ്ങിച്ചിട്ടില്ല കേട്ടോ, വാങ്ങിക്കണം. പിന്നെ ടുട്ടുമോൾക്ക് അവളുടെ അച്ചാച്ചൻ ബാഗ് വാങ്ങിക്കൊടുക്കാമെന്നാണ് പറഞ്ഞേക്കണേ കേട്ടോ. സ്റ്റെബി എൻ്റെ ആങ്ങളെ വരുമ്പോഴേ അവൻ വാങ്ങിച്ചു കൊടുക്കാം എന്നവൻ പറയുന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനെ മാങ്ങ കട്ട് ചെയ്യുന്ന പരിപാടിക്ക് കിടന്നിട്ടുണ്ട്. ഒരു വലിയ മാങ്ങ ആയതുകൊണ്ട് ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു മാങ്ങ തൊലി ചെത്തുക എന്നുള്ളത്. പിന്നെ തൊലി ചെത്തിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ചെത്താൻ ഈസിയാണല്ലോ. നമുക്ക് കയറ്റം കയറാൻ ഇത്തിരി ബുദ്ധിമുട്ടാണെങ്കിലും ഇറങ്ങി വരുമ്പോൾ നല്ല ഒഴുക്കോടെ വളരെ സുഖമായിട്ട് വളരെ ഈസി ആയിട്ട് ഇറങ്ങി വരുമല്ലോ. കയറ്റം കയറാണ്ട് ഇറക്കില്ല കേട്ടോ. കയറ്റം കയറിയുന്നവർക്ക് ഇറക്കമുള്ളൂ. അത് ആയതിനെ ഓർക്കുക. അത് ആരൊക്കെ കയറ്റം കയറിയിട്ടുണ്ടോ അവർക്കൊക്കെ ഒരു ഇറക്കം ഉണ്ടാവും. എന്തായാലും സങ്കടപ്പെട്ടിട്ടുണ്ടോ അവർക്കൊക്കെ സന്തോഷം ഉണ്ടാവും. മീൻകറി ലാസ്റ്റ് സെറ്റായി വീഡിയോ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, സീ യു.